അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നാം ഉത്തരം കൊടുത്തു. അയ്യൂബ് നബി ഇറാഖിലാണോ ഒമാനിലെ സലാലയിൽ അയ്യൂബ് നബിയുടെ മഖാമുണ്ട്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. പോയ ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കും സദസ്സിൽ തന്നെ. മഹാനവറുകൾ അള്ളാഹുവിനോട് ചോദിച്ചു എന്ന് പറയാൻ ചോദ്യമില്ല. അള്ളാഹുവിനോട് ഒരു ചെറിയൊരു പരാതി ബോധിപ്പിക്കുകയാണ്. റബ്ബി ഇന്നി മസ്സനിയല്ലുറു, എനിക്ക് പ്രയാസമുണ്ട് റബ്ബേ, നീ വലിയ കാരുണ്യവാനാണല്ലോ തമ്പുരാനെ. അപ്പൊ തന്നെ ഉർകുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്. അയ്യൂബ് നബിയെ കാലുകൊണ്ട് സ്ട്രൈക്ക് വിത്ത് യുവർ ലെഗ്, കാലുകൊണ്ട് അമർത്തിൻ, ആ ഭൂമിയിൽ ഒന്ന് ചവിട്ടിൻ നിങ്ങൾ. ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്, ഇതാ നിങ്ങൾക്ക് ഫ്രഷ് വാട്ടർ വിൽ ഗഷ് ഔട്ട്, നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് വെള്ളം കെട്ട് ഉതിർന്നു വരും. നിങ്ങളതിന്ന് ഷവർ ചെയ്യണം, കുളിക്കണം, കുടിക്കുകയും ചെയ്യണം. അങ്ങനൊരു കുളം അയ്യൂബ് നബിയുടെ മഖാമിൻ്റെ താഴെ ചെന്നാൽ കാണാൻ പറ്റും. ഇപ്പോഴും നല്ല തണുത്ത വെള്ളമുള്ള കുളമുണ്ട് അവിടെ. അള്ളാഹുവിനോട് പറഞ്ഞ്, അതാണ് സ്കിന്നിന് അസുഖമുണ്ടെങ്കിൽ മഹാന്മാർ ചൊല്ലാൻ പറയുന്ന, മന്ത്രിച്ചൂതിയിട്ട് കുടിക്കാൻ പറയുന്ന ആയത്താണിത്. റബ്ബി ഇന്നി മസ്സനിയല്ലുറു വഅൻത അർഹമുർ റഹീമീൻ. 7 പ്രാവശ്യം ചൊല്ലുക, വെള്ളത്തിലൂതി കുടിക്കുക. റബ്ബി ഇന്നി മസ്സനിയല്ലുറു വഅൻത അർഹമുർ റഹീമീൻ. പടച്ചവനെ, എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ, നീ വലിയ കാരുണ്യവാനല്ലയോ. പുണ്യനബി തങ്ങൾ ദുആഉൽ കർബ് പഠിപ്പിച്ചതും അങ്ങനെയാണ്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് ഇമ്രാൻ എന്നവര്. പക്ഷേ 30 കൊല്ലം ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം ബെഡിൽ കിടന്നവരാണ്. പാരലൈസ് ആയിപ്പോയി, എണീക്കാൻ പറ്റുന്നില്ല. സ്വഹാബികൾ ചോദിച്ചു, ഇമ്രാനെ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോ? എന്റെ റബ്ബിന് അറിയില്ലയോ ഞാൻ എന്താണ്, എന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ ഒന്നും പറഞ്ഞില്ല. അല്ലാഹു, നമ്മൾ പറയണ്ടെന്നല്ല കേട്ടോ, രോഗം വന്നാൽ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞോളി. പക്ഷെ ഇത് പറയാത്ത ഒരു ലെവലിലുള്ള ഈമാനുള്ളവരുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. രോഗം ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണണമെന്ന് പഠിപ്പിച്ചവരാണ് നബി തങ്ങൾ. തദാവൗ യാ ഇബാദല്ലാഹ്, അള്ളാഹിന്റെ അടിമകളെ, രോഗത്തിന് മരുന്ന് വാങ്ങി കഴിച്ചോളി. ഫഇന്നല്ലാഹ ലം യദഅ ദാഅൻ ഇല്ലാ വവദഅ ലഹു ദവാ. Because there is no disease except that has a medicine. ഒരു മരുന്നില്ലാത്ത ഒരു രോഗമില്ല. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അത് അറിയുന്നവർക്ക് അറിയാം അതിന്റെ മരുന്ന് എന്താണെന്ന്, അറിയാത്തവർക്ക് അറിയില്ല. ഇത് പറയും ഇന്ന അസുഖത്തിന് മരുന്നില്ല. ഉണ്ട്, നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം. അസുഖത്തിന് മരുന്നില്ലാത്തൊരു അസുഖമുള്ള ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല. മെഡിക്കൽ സയൻസിൽ ഇത്ര വലിയ അഡ്വാൻസ്മെന്റ് ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജിൽ നടക്കാൻ കാരണമായത് ഈ ഹദീസാണ്. ഇബ്നു സീനയെ പോലെയുള്ള ആളുകളൊക്കെ കാനൻ ഓഫ് മെഡിസിൻ എന്ന പുസ്തകം രചിക്കാൻ കാരണമായത് ഏത് അസുഖത്തിനും മരുന്നുണ്ട്, അതറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല എന്ന ഹദീസാണ്. അതൊരു വലിയ റിസർച്ച് ടോപ്പിക്കാണ്. അപ്പോ മരുന്ന് കഴിക്കണം എന്നാ പറയാം. നിങ്ങൾ ദ്വാരിപ്പിച്ചോളൂ, മന്ത്രിച്ച വെള്ളം കുടിച്ചോളൂ, ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചോളൂ, ദിക്ർ ചെയ്ത് ചെയ്തോളൂ. യുനാനിയോ അലോപ്പതിയോ ഹോമിയോ ഏത് മരുന്ന് നിങ്ങൾക്ക് തരുന്ന പ്രിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ ഡോക്ടർ എന്താ തരുന്നത് അത് കഴിക്കണം, കുടിക്കണം. എന്നിട്ട് അള്ളാഹിനോട് ദ്വാരക്കുകയും ചെയ്തോളൂ. അങ്ങനെയാ, വെറും മരുന്ന് കുടിച്ചാൽ മാറുമോ? ഇല്ല. ഗുളിക കുടിക്കുമ്പോൾ അല്ലാഹുവേ ശിഫ തരുന്നത് നീയാണ് റബ്ബേ. ഗുളിക കുടിച്ചാലും ഇല്ലെങ്കിലും നിനക്ക് ശിഫ തരാൻ പറ്റും. പക്ഷെ ഞങ്ങളോട് അസ്ബാബുകൾ ചെയ്യാൻ നീ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ, അതുകൊണ്ട് ഞാൻ ആ സബബ് സ്വീകരിക്കുകയാണ്. അത് ചിന്തിച്ചുകൊണ്ട് കുടിക്കണം. വെറുതെ ഗുളിക കുടിച്ചിട്ട് ആ ഡോക്ടർ ചെയ്ത ഗുളിക അത് എന്തായാലും മാറും, അങ്ങനെയല്ല. ആ ഡോക്ടർ എഴുതിയാലും വേറെ ഡോക്ടർ എഴുതി ഡോക്ടർക്ക് തന്നെ അസുഖം വന്നാലും മാറ്റിത്തരുന്നത് ആരാ? അല്ലാഹു ജല്ല ജലാലുഹു. ഈ ഗുളികയാണ് മാറ്റിത്തരുന്നത് എന്ന് വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ അഖീദ അങ്ങനെയാണ്. മുത്തിർനാ ബിനൗഇ കദാ, ഇന്നാലിന്ന രാശി കൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത് എന്ന് പറയില്ലേ. മഴക്കാലാകുമ്പോൾ മഴ കിട്ടണം. നാട്ടിൽ മഴ പെയ്യുന്ന കാലം ഏതാ? മലയാള മാസം മഴ തുടങ്ങണ ഇടവത്തിൽ മഴ വരും എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ്. എങ്ങനെ? ഇടവമായാൽ മഴ കിട്ടും. മഴ കിട്ടുന്ന സമയം അതാണ്, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു രാശിയിലേക്ക് ഭൂമിയുടെ ചലനം എത്തുമ്പോഴാണ്, അതാണ് മഴയുടെ കാരണം എന്ന് വിശ്വസിച്ചാൽ
അള്ളാഹുവിൽ വിശ്വസിക്കുകയും രാശിയിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അതിൻ്റെ ഒരു സമയം സന്ദർഭമായിരിക്കാം. പക്ഷെ മഴ തരുന്നതാരാ? അള്ളാഹുവിന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ മഴന്റെ കാർ ഇങ്ങനെ ഇരിക്കൂർ കൂടെ ഇങ്ങനെ പോകും. അത് പെയ്യുന്നപ്പോൾ മട്ടന്നൂരായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയാൽ തളിപ്പറമ്പ് അല്ലേ, തളിപ്പറമ്പിലായിരിക്കും. നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. അവിടെ ആരും തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും പടച്ചതമ്പുരാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഈമാനിന് ജീവൻ ഉണ്ടാവുന്നത്. أذكر حاجتي أم قد كفاني حباؤك إن شيمتك الحباء. പടച്ചവനെ, ഞാൻ എൻ്റെ ആഗ്രഹം നിന്നോട് പറയേണ്ടതുണ്ടോ? ചേർത്ത് പിടിക്കുന്നവനല്ലയോ റബ്ബേ നീയല്ലയോ സ്നേഹം കൊണ്ട് ഞങ്ങളെ വാരിപ്പുണരുന്നത്? ആ സ്നേഹത്തിന്റെ ബലത്തിൽ ഞാനങ്ങ് പറയാതിരുന്നാലും കുഴപ്പമില്ലല്ലോ. അള്ളാഹുവിനോട് പറയാം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങള് 30 കൊല്ലം രോഗിയായി കിടന്നിട്ട് അള്ളാഹുവിനോട് ഒന്ന് മാറ്റിത്തരണേ എന്ന് ചോദിക്കാത്ത സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ്. വേറെ സ്വഹാബിമാരുണ്ട് അങ്ങനെ സ്വഹാബിമാരൊക്കെ പോയി പ്രഷർ ചെയ്തു. ഒന്ന് ദ്വാരന്നൂടെ, നിങ്ങൾ ദ്വാക്ക് ഉത്തരമുള്ള ആളല്ലേ, അതിനുപരി ദ്വാരുന്നു, അള്ളാഹു ശിഫ തരണേ. ആ പറഞ്ഞ മഹാൻ ബെഡിന്ന് എണീറ്റു, ജമാഅത്തിന് മദീന പള്ളിയിലേക്ക് പോകൽ തുടങ്ങി. പിന്നീട് മൂപ്പര് വീണ്ടും രോഗിയായി കിടക്കണം. എന്തേ മാറിയെന്നല്ലോ, ഇപ്പൊ എന്തേ പറ്റിയത്? ഞാൻ അള്ളാഹുവിനോട് ആ രോഗം തന്നെ തരാൻ വേണ്ടി ദ്വാരന്ന് വാങ്ങിയതാണ്. പടച്ചോനെ, മാറിയ രോഗം തിരിച്ചു തരാൻ വേണ്ടി ചോദിക്കുകയോ? അതെ അതെ അതെ, ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങിയാൽ ചില ആളുകൾ എൻ്റെ കൈ പിടിച്ച് അസ്സലാമു അലൈക യാ ഇമ്രാൻ, ഇമ്രാനെ സുഖം തന്നെയല്ലേ, അള്ളാഹിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് എൻ്റെ കൈ പിടിച്ച് സലാം പറയാറുണ്ട്. അത് അള്ളാഹുവിന്റെ മലക്കുകളായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അസുഖം മാറിയപ്പോൾ ഇവരൊന്നും കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് അവരുടെ സലാം കിട്ടണം എന്ന് പറഞ്ഞ് പോയ അസുഖം തിരിച്ചു വേണം എന്ന് പറഞ്ഞ സ്വഹാബികളുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് യോജിക്കുന്ന, ഓരോരുത്തർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ സ്വഹാബികളിലുണ്ട്. അതുകൊണ്ടാണ് അസ്ഹാബി കന്നുജൂം, അവർ നക്ഷത്രം പോലെയാണ്. റഡാർ സംവിധാനം തകരാറിലായാൽ പിന്നെ ആകാശത്തൂടെ വഴി കാണിക്കുന്നത് നക്ഷത്രങ്ങളാണ്. ലോകത്തറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു ഫ്ലൈറ്റ് യാത്രയുടെ അനുഭവം പറഞ്ഞപ്പോഴേ, കോക്പിറ്റ് ഫ്ലൈറ്റ് USA നിന്ന് വരികയാണ്, മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ കുറച്ച് അത്യാവശ്യം മണിക്കൂറുകൾ, 10, 12, 14 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. അപ്പോൾ പൈലറ്റ് ഫ്രണ്ടുമാണ്. അപ്പോൾ പൈലറ്റിന്റെ കോക്പിറ്റിലേക്ക് ഇരുന്ന് കുറച്ചേരം കുശലം പറയാൻ വേണ്ടി അവസരം കിട്ടിയപ്പോൾ, നമ്മൾ ഈ GPS ഓൺ ചെയ്ത് പോകുന്ന പോലെ ഫ്ലൈറ്റുകൾക്ക് റഡാർ സംവിധാനമാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു പൈലറ്റിനോട്, മൂപ്പര് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞപ്പോൾ പറഞ്ഞതാ, ഈ റഡാർ അങ്ങോട്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചില റൂട്ടുകൾ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ 2 റൂട്ടുണ്ട്. അവിടെ നിന്ന് ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും പോകാൻ പറ്റും. അപ്പൊ വെസ്റ്റിലേക്കുള്ള റൂട്ട്, ഈസ്റ്റേൺ റൂട്ട് ഒരൽപ്പം ദൂരം കൂടുതലാണ്. പക്ഷേ വെസ്റ്റിലൂടെ പോയി വരുമ്പോൾ തണുപ്പ് കൂടുതലാണ്, ഫ്യൂൽ കൺസപ്ഷൻ കൂടുതലാണ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് കുറച്ച് ദൂരം കൂടിയാലും കണ്ടല്ലോ, നല്ല റോഡാണ്, ദൂരം കൂടുതലാണ്, കട്ട റോഡാണ്, ദൂരം കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നല്ല റോഡിന് പോയിക്കോട്ടെ, കുറച്ച് ദൂരം പോയാലും അങ്ങനെ ഫ്ലൈറ്റുകൾ 2 റൂട്ടുകൾക്ക് വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം ആ കാരണം പൈലറ്റ് പറഞ്ഞു, ഇതാ ഫ്യൂൽ കൺസപ്ഷൻ കുറവാണ് ഈ റൂട്ടില്. പിന്നെ റഡാർ അങ്ങോട്ട് പോയാൽ എന്ത് ചെയ്യും? 35,000 40,000 അടി ഫീറ്റ് ഉയരത്തിലാണ് ഈ പോകുന്നത് സാധനം. ഏകദേശം 12, 13, 14 കിലോമീറ്റർ ഭൂമിയുടെ മുകളിലൂടെയാണ് ഫ്ലൈറ്റുകളൊക്കെ പറന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യും? രാത്രിയാണ്. അപ്പൊ കോക്പിറ്റിലെ ലൈറ്റ് ഓഫ് ചെയ്തു. ഇത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നക്ഷത്രങ്ങളാ കാണുന്നത്. ഈ നക്ഷത്രങ്ങളാണ് വഴി കാണിക്കുന്നത്. ഈ നക്ഷത്രങ്ങളുടെ പൊസിഷൻ നോക്കിയിട്ട് ഏകദേശം ആ നാട്ടിലേക്ക് എത്താൻ പറ്റും. എന്നാലും റൺവേയിലേക്ക് എത്താൻ പറ്റുന്നതിന് ഉറപ്പില്ല. ഏകദേശം പിന്നെ തപ്പിപ്പിടിക്കേണ്ടി വരും ചിലപ്പോ. ഏതായിരുന്നാലും ദിശ കാണിക്കുന്നത് ആകാശത്തെ GPS പോസ്റ്റുകളാണ് നക്ഷത്രങ്ങൾ. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെ സംബന്ധിച്ച് by the sky full of constellations, നക്ഷത്രങ്ങളുടെ താരപഥങ്ങളെ നിറച്ചിരിക്കുന്ന ആകാശ ലോകത്തെ തന്നെയാണ് സത്യം. ഖുർആനിന്റെ ഒരു ആയത്തല്ലേ അത്? ആലോചിച്ച് നോക്കി.
സ്വഹാബികൾ അങ്ങനെയാണ്. എന്റെ സ്വഹാബിമാർ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. അതിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ നേർവഴിയിലാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടന്നപ്പോ സ്വഹാബിമാർ വന്ന് ചോദിച്ചില്ലയോ, ഹൽ റആക തബീബ്, അല്ല സിദ്ദീഖ് എന്നവരെ ഡോക്ടർ വന്ന് കണ്ടോ? പുണ്യനബിയെ ഡോക്ടർ ചികിത്സിച്ചിട്ടുണ്ട് കേട്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടർ വന്നിട്ടുണ്ട്. തങ്ങൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചികിത്സ ചെയ്തിരുന്ന, ഇന്നത്തെ കാലത്ത് പറഞ്ഞ മെഡിക്കൽ സയൻസ് പഠിച്ച നല്ല മഹതിയായിരുന്നു എന്ന് പറയാം. മെഡിക്കൽ സയൻസ് പഠിച്ച ഡോക്ടറായ മോള എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഡോക്ടറായ വാപ്പാക്ക് ഇങ്ങനെ പറയാൻ നല്ല രസമാണ്. എൻ്റെ മോൻ ഡോക്ടറാ, എൻ്റെ മോളും ഡോക്ടറാ, അവളെ കെട്ടിച്ച പുതിയാപ്പിളിയും ഡോക്ടറാണ്. രണ്ടാളും ഇപ്പോൾ USA സെറ്റഡാ. 10 സെക്കൻഡോട് തീർന്നു. ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈമറി എക്സാം മുതൽ എത്ര പഠിച്ചുണ്ടാക്കാനുണ്ട്, എത്ര എഴുതണം, എത്ര റിസർച്ച് ചെയ്യണം, എത്ര ടെൻഷൻ അടിക്കണം, എത്ര വലിയ ഭാരമാണ് അവർ ചുമക്കുന്നത്. ഒരു 4, 5, 6 കൊല്ലം അവർ ചെയ്ത കഠിനാധ്വാനമാണ്. നമ്മൾ ഒരു ഒറ്റ വാക്കിൽ എൻ്റെ മോൻ ഡോക്ടറാണ്, എൻ്റെ മോള് ഡോക്ടറാന്ന് പറയുന്നു. അവർ ചെയ്യുന്ന അധ്വാനം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണേ. അള്ളാഹുവർക്കൊക്കെ നല്ല ബുദ്ധിയും ആ ഒരു പ്രൊഫഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് ജനങ്ങൾക്ക് കിട്ടുന്ന വിധം ഒരു വലിയ സേവനമായി, വലിയൊരു ദൗത്യമായി നിർവഹിക്കാനുള്ള സന്നദ്ധത നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ പടച്ച തമ്പുരാൻ അങ്ങനത്തെ ഒരു മനസ്സ് നൽകട്ടെ. അവരുടെയൊക്കെ കൈകളിൽ ഷിഫാഇന്റെ കാരണം അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹൽ റആക തബീബ്, സിദ്ദീഖ് എന്നവരെ നിങ്ങളെ ഡോക്ടർ വന്ന് കണ്ടിട്ടുണ്ടോ? ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. മാദാ ഖാൽ, എന്തേ ഡോക്ടർ പറഞ്ഞത്? എന്റെ ഡോക്ടർ പറഞ്ഞു, അന ഫഅാലുൽ ലിമാ ഉരീദ്, സിദ്ദീഖേ നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ ഞാൻ നടത്തും. ഇതേത് ഡോക്ടറാ? അല്ലാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് തങ്ങൾ ഇനി വേണ്ട, മരിക്കാനുള്ള യാത്രയാണെന്ന് മഹാന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കും. അങ്ങനെ ഈ സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്. തങ്ങള് രോഗചികിത്സ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങൾ മിനിമം നിസ്കാരം നിർവഹിച്ച നേരങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് എന്നവര് ഏതോ ഒരു വലിയ സൂറത്ത് ഓതിയപ്പോഴാ, ളുഹർ നിസ്കാരത്തിന് വലിയ സൂറത്ത് ഓതിയപ്പോഴാ ഒരു സ്വഹാബി, പൊന്നാര നബിയെ ഞാൻ മുആദ് തങ്ങളുടെ ബാക്കിൽ നിന്ന് നിസ്കരിക്കൂല കേട്ടോ. എന്തേ? വലിയ വലിയ സൂറത്തല്ലേ ഓതി, എനിക്ക് കച്ചവടല്ലേ, ഞാൻ കച്ചവട പീടിയെ തുറന്നിട്ടാ പോരുന്നത്. മൂപ്പര് വലിയ ഹാഫിളാണ്, സംഭവം ശരി തന്നെ. ഇങ്ങനെ വലിയ സൂറത്ത് ഓതി നമ്മളെ കച്ചവടമൊക്കെ എന്താവും? നബി തങ്ങൾ വിളിച്ചു മുആദ് എന്നവരെ. മുആദേ അഫത്താനുൻ അൻത യാ മുആദ്. ഇതാരാന്നറിയോ? സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്നതി ബിറത്ബതി ഹജർ. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ദൗത്യം ഏറ്റെടുത്തവരാണ് ഉലമാ. പണ്ഡിതന്മാർ മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്വർഗ്ഗത്തിലെത്തുന്ന പണ്ഡിതന്മാരുടെ നേതാവാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മരിക്കും 34 വയസ്സാണ്. 150 വയസ്സുള്ള ആലിമാണെങ്കിലും മുആദ് എന്നവരുടെ ബാക്കിലേ സ്വർഗ്ഗത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്വഹാബിയോട് തങ്ങൾ പറഞ്ഞു, മുആദേ അഫത്താനുൻ അൻത യാ മുആദ്, നിങ്ങൾ ഫിത്ന ചെയ്യണോ മുആദേ നാട്ടില്? എന്തേ നബിയെ ഞാൻ ചെയ്തത്? നിങ്ങൾ എന്തിനായി ദീർഘമായ സൂറത്ത് ഓതുന്നത്? നിങ്ങളുടെ ബാക്കിൽ നിസ്കരിക്കുമ്പോൾ കച്ചവടക്കാരുണ്ടാകും, യാത്രക്കാരുണ്ടാകും, രോഗികളുണ്ടാകും, വയസ്സന്മാരുണ്ടാകും, കുട്ടികളുണ്ടാകും. അവരെ പരിഗണിക്കണ്ടയോ? ചെറിയ സൂറത്ത് ഓതിയാ പോരെ? ഇദാ സുൽസിലത്ത് ഓതിക്കൂടായിരുന്നോ? തങ്ങൾ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നബി തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി വരെ 2 റക്അത്ത് 7 or 8 മണിക്കൂർ നബി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും നബിയുടെ ചര്യയാണ്. ഇതിലേതാ നമ്മളെ കൊണ്ട് പറ്റണത് എടുക്കുക. ഹൈ ലെവലും കാണിച്ചരും, മിഡിലും കാണിച്ചരും, മിനിമവും തങ്ങൾ കാണിച്ചരും. സ്വഹാബികളും അങ്ങനെയാ. ഒരു വശം മാത്രം നോക്കിയാൽ നമുക്ക് പിടുത്തം കിട്ടൂല. തങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതമാണ്. തങ്ങളോട് തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 3 ആളുകൾ വന്ന് ചോദിച്ചില്ലേ തങ്ങളുടെ നിസ്കാരം എങ്ങനെയാണ്? തങ്ങളുടെ വീട്ടിലില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ റസൂല് രാത്രി നിസ്കരിക്കും, കിടന്നുറങ്ങും ചെയ്യും, തഹജ്ജുദ് നിസ്കരിക്കും, ഉറങ്ങും ചെയ്യും. അപ്പൊ ഒരാൾ, അതിപ്പോ അല്ലാഹുവിന്റെ റസൂലല്ലേ, ഞാനിപ്പോ റസൂലൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കും തീരുമാനിച്ചു. നബിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു? അടുത്ത ആൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ.
ഓക്കെ പിന്നെ എങ്ങനെയായിരുന്നു നബിയുടെ നോമ്പ് എന്ന് പറഞ്ഞു? കാന യസൂമു വയുഫ്തിർ. നബി തങ്ങൾ നോമ്പെടുക്കും, നബി തങ്ങൾ നോമ്പില്ലാത്ത സമയവുമുണ്ട്. സുന്നത്ത് നോമ്പിട്ടാ, റമളാനല്ലേ, അങ്ങനെ മനസ്സിലാക്കണ്ട. റമളാൻ അല്ലാത്ത സുന്നത്തുകൾ തങ്ങൾ ചിലപ്പോൾ നോമ്പെടുക്കും, ചിലപ്പോൾ നോമ്പുണ്ടാവില്ല. അപ്പൊ അയാള് പറഞ്ഞു, അയാള് നോമ്പിന്റെ ആളാ, പുണ്യ നബി നബിയല്ലേ, ഞാൻ കാലം മുഴുവൻ നോമ്പെടുക്കും, ഞാൻ കാലം മുഴുവൻ നോമ്പെടുക്കും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആള്, തങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ്? ഞങ്ങൾ ഭാര്യമാർ, ഞങ്ങളുടെ അടുത്ത് തങ്ങൾ വരും, ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്, ഞങ്ങളോട് കുശലം പറയും, തമാശ പറയും. ഞങ്ങൾ വീട്ടിലെങ്ങനെയാ ഉസ്താദാന്ന് വെച്ചാൽ വീട്ടിൽ ചെന്ന് വേദ പറയാൻ പറ്റുമോ? ഭാര്യയോട് ഇതേപോലെ വേദ പറയില്ല. വീട്ടിൽ നമ്മൾ വേദമൊന്നും പറയില്ല, അവരോട് തമാശയും ജോക്കും ഹ്യൂമറൊക്കെ തന്നെയാണ്. അവിടെ തമാശ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ മക്കളൊക്കെ ഇരുത്തിയിട്ട് കാലല്ലാഹു അസ്സ വജൽ വേദ പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യും നബി തങ്ങളും ചെയ്തിട്ടില്ല എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊരു ക്ലാഷ് ഉപയോഗിച്ചിരിക്കാൻ നിസ്കാരം പഠിപ്പിച്ചു തരാം, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാ. ചോദിച്ചതിന് മറുപടി പറയും, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ കണ്ട ഉസ്താദ് എന്താ കാര്യം വീട്ടിലത്തെ അവസ്ഥ? എൻ്റെ ഭാര്യയോട് ചോദിക്കാറുണ്ട് പലരും, അപ്പൊ എന്താ എല്ലാരും പോലെ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ എന്തോ വലിയ സംഭവമായിരിക്കുന്ന വിചാരിക്കും. എന്ത് സംഭവം? വീട്ടിൽ പോയാൽ വീട്ടുകാരെ കൂടെ നിൽക്കണം, അവരുടെ കൂടെ തമാശ പറയണം, വീട്ടിലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യണം, അവരെ സഹായിക്കണം. കാന ഫീ ഖിദ്മത്തി അഹ്ലി, ഹി വാസ് ഓൾവേസ് ഇൻ സർവീസ് ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ്. നബി തങ്ങൾ അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ എപ്പോഴും നബി തങ്ങൾ സഹായിക്കുമായി. എക്കിനിസു അർളഹു, ഹി വുഡ് സ്വീപ് ദ ഫ്ലോർ. നബി തങ്ങൾ ഫ്ലോർ അടിച്ചു വരും. നബി തങ്ങൾ, യാ അല്ലാഹ്, നബി തങ്ങൾ ഫ്ലോർ അടിച്ചു വരുന്നു. എനിക്കൊരു നമ്മുടെ മരുമക്കത്തായ സിസ്റ്ററാണ് അവിടെ ഉള്ളത് അല്ലേ? പെണ്ണിന്റെ വീട്ടിലല്ലേ പുതിയാപ്പിള നിൽക്കുന്നത് അല്ലേ? നിങ്ങളവിടെ അടിച്ചു വരലുണ്ടാ? അത് പുതിയാപ്പിളക്ക് കുറവല്ലേ? പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ കിങ്ങാന്ന വിചാരം ചിലർക്കൊക്കെ. നമ്മൾ ആ നേരത്തെ ഇറങ്ങി വരെ തിന്നു പോവുക എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്തെങ്കിലും ചെറിയ ഹെൽപ്പ്, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ആ വീട്ടിൽ ചെയ്തു കൊടുക്കണം എന്നാ. ചെയ്യുന്നവരുണ്ടാവട്ടോ, വീട്ടിൽ വലിയ ചെലവ് വഹിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നബി തങ്ങളുടെ രീതി അതാണ്. നബി തങ്ങൾ തങ്ങളുടെ ചെരുപ്പ് തുന്നുമായിരുന്നു, തങ്ങളത് ചെയ്യും. ആടുണ്ടായിരുന്നു, ആടിന്റെ പാല് നബി തങ്ങൾ കറക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളും വീട്ടിലത്തെ കാര്യത്തെല്ലാം കൂടെ, കുട്ടികളുടെ സ്കൂളുകളിൽ പോകുന്ന യൂണിഫോം ഭാര്യ കണ്ടെത്തണം. അപ്പൊ ടൈ കിട്ടൂല, ഷൂവിന്റെ സോക്സ് ശരിയാവില്ല, ഷൂ മിക്സ് ആയിട്ടുണ്ടാവും, അതെടുത്തോ. അപ്പൊ ബുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, സ്കൂൾ ബാഗ്, അപ്പൊ ലഞ്ച് റെഡി ആയിട്ടില്ല. അപ്പൊ ഉമ്മ വിളിക്കും, വല്യമ്മ, ഉമ്മക്ക് മരുന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ വാപ്പ വിളിക്കും, മോളെ ഒരു ചായ, അപ്പോഴേക്ക് സ്കൂൾ ബസ് വരാനായിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ പുതിയാപ്പിള ഇങ്ങനെ പത്രം വായിച്ച കോലയിൽ ഇരിക്കണ്ടാവും. എന്നാ കണ്ടറിഞ്ഞ ആ കുട്ടിയുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഹെൽപ്പ് ചെയ്താൽ എന്ത് റാഹത്തായിരിക്കും. ഇതിന്റെ പണിയല്ല നമ്മൾ പറയാം, ഇത് നമ്മുടെ പണിയാണ്, നമ്മളും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഹബീബല്ലേ ഇത് ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അതൊക്കെ പറഞ്ഞപ്പോഴേ അയാൾ പറഞ്ഞു, ഇത് നബിന്റെ അവസ്ഥയാണ്, ഞാൻ കല്യാണം കഴിക്കില്ല. അദ്ദേഹം പറഞ്ഞു, പെണ്ണുങ്ങളൊപ്പം അങ്ങനെ ഇരിക്കാനും വർത്താനം പറയാനും അതൊന്നും എനിക്ക് സമയമില്ല, ഞാൻ ആ സമയം മുഴുവൻ നിസ്കരിക്കാൻ പോവാ. അപ്പൊ നബി നിങ്ങൾ വന്നിട്ട് ദേഷ്യപ്പെട്ടില്ലേ? ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ സലാസത്തു നഫർ, മൂന്ന് ആളുകൾ ഇവിടെ വന്നു നബിയെ, ഇങ്ങനെയൊക്കെ ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അവരെവിടെ? അവർ പള്ളിയിൽ കാണുന്നു. തങ്ങൾ ഉടനെ പള്ളിയിലേക്ക് ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് മൂന്ന് പേർ? ഞങ്ങളാ നബി, ഇങ്ങോട്ട് വരിന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ഇന്നി ലഅത്ഖാകും ലില്ലാഹ്, അള്ളാഹുവിനെ നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പേടിക്കുന്ന ആള് ഞാനാണ്. എന്നെ കാണും വലിയ മുത്തഖിയൊന്നും ഈ കൂട്ടത്തിൽ ഇല്ല. ഞാൻ രാത്രി ഉറങ്ങും, നിസ്കരിക്കും, ഞാൻ നോമ്പെടുക്കും, നോമ്പില്ലാത്ത ദിവസങ്ങളും എനിക്കുണ്ടാവും. എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്ന ആളാണ്. ഇതെന്റെ ചര്യയാണ്, എന്റെ ചര്യ വേണ്ട എന്ന് വെക്കുന്നവർ എന്നിൽപ്പെട്ടവരല്ല. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ നബി തങ്ങൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്നപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, ലിമ തഫഅലു ഹാകദാ, ലിമ തഫഅലു ഹാകദാ യാ റസൂലല്ലാഹ് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയേ, എന്തിനാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് നബിയേ? ഒരു തെറ്റുപോലും ഇല്ലാത്ത മഅസൂമല്ലയോ അങ്ങ്?
ഒരു തെറ്റുപോലുമില്ലാത്ത അങ്ങ് ഞങ്ങൾ നിസ്കരിക്കാം, ഞങ്ങൾ നിസ്കരിക്കേണ്ടവരാണ്, ഞങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കാനെങ്കിലും ശുക്റിന് വേണ്ടിയിട്ടെങ്കിലും മഗ്ഫിറത്ത് കിട്ടാനെങ്കിലും ഞങ്ങൾ നിസ്കരിക്കണം. അങ്ങെന്തിന് നിസ്കരിക്കുന്ന നബിയെ? എത്രത്തോളം കാലിൽ നീര് വന്ന് വീർത്തു, കാലിൽ നീര് വന്ന് വീർത്തിരിക്കുകയാണ്. ലിമ തഫ്അലു ഹകദാ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ഹബീബായ നബി ഞങ്ങൾ കൊടുത്ത മറുപടി അവലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ. അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ? അള്ളാഹുവിന് നന്ദി ചെയ്യണ്ടയോ? നിങ്ങളിൽ ഏറ്റവും നന്ദി ചെയ്യേണ്ടത് ഞാൻ തന്നെയല്ലേ? അതുകൊണ്ടാ ഞാൻ നിസ്കരിക്കുന്നത്. തങ്ങൾക്ക് നടക്കാൻ വയ്യ, കാല് വണ്ണം വെച്ചിരിക്കുകയാണ് നീര് കൊണ്ട്. ആ നിസ്കാരവും ഹബീബിന്റെ ചര്യന. ഇപ്പുറത്തെന്ത് പറഞ്ഞു? ഞാൻ കിടന്നുറങ്ങും, നിസ്കരിക്കും. അത് രാത്രി മുഴുവൻ നിസ്കരിച്ചിട്ട് എന്തെയ്യണ്ട? നിങ്ങൾ വലിയ മുത്തക്കി ആവണ്ട, നിങ്ങൾ മിനിമം കൊണ്ട് ഓരോരുത്തർക്കും കഴിയുന്നതാണ് നബി തങ്ങൾ കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തസൗഫ് സൂഫി വര്യന്മാരെന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ജീവിതത്തിലെ വളരെ കൂടുതൽ തങ്ങൾ ചെയ്ത ഇബാദത്തുകളുടെ ഭാഗമാണ് അവർ ഫോക്കസ് ചെയ്യുക. വളരെ കൂടുതൽ നബി തങ്ങൾ ഇബാദത്ത് ചെയ്തു. അത് ചെയ്യാൻ പറ്റുമോ നമുക്ക്? നമ്മൾ സാധാരണക്കാർ, ജോലിക്ക് പോകേണ്ടവരാണ്, സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടവരാണ്. രാത്രി ഉറക്കൊഴിഞ്ഞ് എങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുക? മദ്രസയിൽ പഠിപ്പിക്കൽ എങ്ങനെ ദർസ് നടത്തുക? അപ്പൊ ഫുൾ ടൈം ഒന്നും അത് കഴിയില്ല. അപ്പൊ മിനിമം കഴിയാവുന്നത് എടുക്കുക. എല്ലാറ്റിനും മാതൃകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികളും അങ്ങനെ തന്നെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലൂടെയാണ് നമ്മൾ വന്നത്. ഹൽ റആക തബീബ്, സിദ്ദീഖേ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഖാല നഅം. എന്തേ പറഞ്ഞത്? എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇന്നി ഫഅാലുൽ ലിമാ ഉരീദ്. സിദ്ദീഖേ നിങ്ങളുടെ ശരീരത്തിൽ I will do whatsoever I would like. ഞാൻ എന്താണോ ആഗ്രഹിക്കുക അതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ ചെയ്യും. മുറിക്കണമെങ്കിൽ മുറിക്കും, കീറണമെങ്കിൽ കീറും, മുറിച്ചെടുക്കണമെങ്കിൽ മുറിച്ചെടുക്കും. ഇഞ്ചക്ഷൻ ആണെങ്കിൽ അതല്ലല്ലോ പറയണത്. ഇതാരെ പറ്റിയാണ്? അള്ളാഹുവിനെ പറ്റിയാണ് പറയണത്. പടച്ചോൻ കണ്ടു, പടച്ചോൻ എന്നോട് ഇങ്ങനെയാ പറയുന്നത്. അള്ളാഹുവിന്റെ തീരുമാനം അതാണ്. അങ്ങനെ ബെഡിൽ കിടന്ന് മരിക്കുകയും എന്നാൽ ഷഹാദത്തിന്റെ കൂലി വാങ്ങിക്കുകയും ചെയ്ത സ്വഹാബിയാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. أذكر حاجتي أم قد كفاني حباؤك إن شيمتك الحباء إذا أثنى عليك العبد يوما كفاه من تعرضه الثناء. അതുകൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന ചില പ്രാർത്ഥനകൾക്ക് സമാനമാണ്. നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് നമ്മൾ നിവർന്നു നിൽക്കുമ്പോഴാണ്. ഫാത്തിഹ ഓതുന്നത്, സൂറത്ത് ഓതുന്നത്. റുക്കൂഇൽ ഖുർആൻ ഓതോ? ഇല്ല, ഖുർആൻ ഓതാൻ പാടില്ല. റുക്കൂഇൽ ദിക്റാണ്, സുജൂദിൽ ദിക്റാണ്. ഖുർആൻ എപ്പോഴാണ് ഓതുന്നത്? നിവർന്നു നിൽക്കുമ്പോഴാണ്. അതിന് ഹിക്മത്ത് പറയാ, ആകാശത്ത് നിന്ന് മേലെന്ന് താഴേക്ക് ഇറങ്ങി വന്നതാണ് ഖുർആൻ. അപ്പൊ നമ്മുടെ തല ഖുർആൻ ഇറങ്ങി വന്ന ഭാഗത്തേക്ക് മുന്നിട്ട് നിൽക്കുന്ന സ്ഥാനം നമ്മൾ നിൽക്കുമ്പോഴാണ്. അപ്പോഴാണ് ഖുർആൻ ഓതുന്നത്. റുക്കൂഇലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വളഞ്ഞു നിൽക്കാൻ, ബെൻഡാവാൻ. ഈ കുമിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂനതയാണ്. ഒരു ഉടമയുടെ മുമ്പിൽ ഒരു അടിമ ചെയ്യുന്ന പണിയാണ് ഈ കുനിഞ്ഞു നിൽക്കുക. യജമാനനെ എന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞു നിൽക്കുന്നത്. ആ കുനിഞ്ഞു നിൽക്കൽ 90 ഡിഗ്രിയിൽ നമ്മൾ റുക്കൂഇൽ കുനിഞ്ഞു നിൽക്കുമ്പോഴേ നമ്മൾ പറയാണെന്ത്? സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. ഉന്നതനായ റബ്ബേ, ഞാൻ നിസ്സാരനാണ്, ഞാൻ കുനിഞ്ഞാ നിൽക്കുന്നത്. നിനക്കങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ടതില്ല റബ്ബേ. ആരുടെ മുമ്പിലും നീ അദീമാൻ, ഓൾമൈറ്റി, എല്ലാം കഴിവുള്ളവനായ റബ്ബേ, നീ മഹോന്നതനല്ലയോ, നിനക്ക് ന്യൂനതയില്ല റബ്ബേ. കുനിഞ്ഞു നിൽക്കുമ്പോ സുബ്ഹാന എന്ന വരിക. അത് ഇറക്കം വിടുമ്പോ അങ്ങനെ ഒരു കേരളത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചെല്ലാനേ നേരം ഉണ്ടാവുള്ളൂ. ഇറക്കം വിടുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയണം, കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ പറയണം. സുന്നത്താണ്. ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ദുആ സഫർ എയർ അറബി ചൊല്ലി കൊടുക്കാറുണ്ട്, ഇത്തിഹാദിൽ കേൾക്കാറുണ്ട്. എമിറേറ്റ്സിലുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ചില അറേബ്യൻ നാട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റുകളൊക്കെ ചൊല്ലി കൊടുക്കും ദുആ സഫർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. അപ്പോൾ തുടക്കത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما تحب وترضى. اللهم هون علينا سفرنا وتب عنا بعده. اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل والولد.
തന്നെ മുണ്ടാണ്ടിരിക്കുക തന്നെ. ഫ്ലൈറ്റ് ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഭൂമിയിൽ ഇറങ്ങും, അല്ലെങ്കിൽ കബറിൻ്റെ ഉള്ളിൽ എത്തും. എവിടെയെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും പൊടിയായിട്ട് രണ്ടാലൊന്ന് ഇറങ്ങി ഓടാൻ പറ്റും. ബസ്സിൻ്റെ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ഇറങ്ങി ഓടാൻ പറ്റുമോ? ഇല്ല. മിണ്ടാണ്ടിരിക്കുക തന്നെ, അതൊന്നും പറയാനില്ല. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ യാത്രയാണ് ഫ്ലൈറ്റ് യാത്ര എന്നാ പറയാം. പക്ഷെ അതിൽ പോകാൻ പേടിച്ചിട്ട് ഹജ്ജിന് പോകാത്ത എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? എനിക്ക് പേടിയാ, ഭൂമി വിട്ട് പൊന്തില്ലേ. അതിനെന്താ, ലക്ഷക്കണക്കിന് ഫ്ലൈറ്റിൽ ഒരു ദിവസം പൊങ്ങണില്ലേ, താവണില്ലേ. അതിൽ അപകടം പറ്റുന്നത് വളരെ കുറവാണ്. എത്ര ലക്ഷക്കണക്കിന് ഫ്ലൈറ്റുകൾ ഒരു ദിവസം ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ. ഞാൻ ഇന്ന് പോകുന്നത് ഒരു പഴയ എക്സ്പ്രസ്സിലാണ്. ഞാൻ പടച്ചോനെ ഇത് കണ്ണൂർ ഇറങ്ങൂലേ, അതിന്റെ നെറ്റിമത്തെ പെയിന്റൊക്കെ പോയിക്കണ്, ഉള്ളിലും കുറെ പൊട്ടി പൊളിഞ്ഞിക്കണ്. കാര്യം ഇരിക്കാനെ എത്തി നിലാമറ്റത്ത് വേറെ പറയാൻ യോഗ ഉണ്ടെങ്കിൽ എത്തും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പൊളിഞ്ഞാടും. അസ്ബാബുകൾ സ്വീകരിക്കണമല്ലോ. അസ്ബാബുകൾ സ്വീകരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴല്ലേ നമുക്കൊരു സംറാഹത്ത് കിട്ടുള്ളൂ. ഉള്ളത്തെ സീറ്റ് തന്നെ ശരിയാക്കണില്ല, പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ കഥ എന്തായിരിക്കും അല്ലാഹു അലം, നമുക്കറിയില്ല. നന്നാക്കുണ്ടേക്കൂലേ, അല്ലെങ്കിൽ പയറ്റുമാരും കാര്യം ഇരിക്കൂലല്ലോ. പക്ഷെ എന്നാലും ഒരു പേടിയാണ്. പഴയതല്ലേ, പടച്ചവനെ കുലുങ്ങോ. മിണ്ടാണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഒന്നുമില്ല, കലിമ ചൊല്ലിയാടെ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാനോ ചൊല്ലാനുണ്ടെങ്കിൽ ഇരിക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലും. മേലോട്ട് പോകുമ്പോൾ എന്താ അതിന്റെ ഹിക്മത്ത് എന്നറിയോ? മേലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഒരു തരം മെറ്റഫോർ, ഒരു ആലങ്കാരികമായ ഒരു ഉയരം അവിടെ സങ്കല്പിക്കുക. നമ്മൾ മേലെ, അള്ളാഹു അതിലും മീതയാണ്. അപ്പൊ അല്ലാഹു അക്ബർ ചൊല്ലണം. പൊന്തുമ്പോ അല്ലാഹു അക്ബറാണ്. നമ്മൾ മേലൊക്കെ കയറുമ്പോൾ കബീർ, നേരത്തെ ഇവിടെ വന്നുപോയ കബീർ മാട്ടൂലേ, കബീർ മാട്ടൂൽ പോയോ? പെട്ടെന്ന് പേര് മറന്നുപോയതാ. അവിടെ എന്നോട് പോവാന്ന് പറഞ്ഞില്ലേ, മാട്ടൂൽകാരനാ, ഒരു മമ്മൂട്ടിന്റെ ഫാൻ അസോസിയേഷന്റെ നേതാവായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം ക്ലാസ്സൊക്കെ കേട്ട് ഭയങ്കരമായ ദീന്റെ ഭയങ്കര ദഅവത്താണ്. എന്നെ കാണാൻ വേണ്ടി പുതിയായിട്ട് വന്നതാ മാട്ടൂരിൽ നിന്ന്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കല്യാണം കഴിഞ്ഞ 2-3 വർഷം മുമ്പ്. അള്ളാഹു നല്ല മക്കളെ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ വലിയവനാണ് റബ്ബേ. നമ്മൾ എങ്ങനെ മേലോട്ട് പൊങ്ങുകയാണെങ്കിലും അല്ലാഹുവേ നീ അതിലും വലുതാണ്. അതാണ് കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ ചൊല്ലുക. ഇറക്കിറങ്ങുമ്പോൾ അതൊരു താഴ്ചയാണ്, അതൊരു ന്യൂനതയാണ്, അതൊരു നഖ്സാണ്, ഒരു കുറവാണ്. അല്ലാഹുവേ സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാ റബ്ബേ, നിനക്കൊരു ന്യൂനതയുമില്ല റബ്ബേ. ഞങ്ങൾ താഴേക്ക് പോകും, നീ എപ്പോഴും ഉന്നതനാണ്. സുബ്ഹാന എന്ന് പറഞ്ഞത് അല്ലാഹു ഈസ് എ ട്രാൻസെൻഡൻസ്. അല്ലാഹു ഏറ്റവും മഹത്തരമായവനാണ്, നമ്മുടെ എല്ലാ ചിന്തകൾക്കും അതീതനാണ്. അത്രയും പരിപൂർണതയുടെ പരമമായ രൂപമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ താഴുമ്പോൾ അല്ലാഹുവിന്റെ മഹത്വത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കും. നമ്മൾ പൊങ്ങുമ്പോൾ അല്ലാഹു ഇതിലും മേലെയാണെന്ന് പറയും. അതാണ് ഈ പൊങ്ങുമ്പോൾ അല്ലാഹു അക്ബറും ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹും പറയാൻ. അപ്പൊ ലാൻഡ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നാ ചൊല്ലേണ്ടത്. ഇരിക്കൂറിലേക്ക് തന്നെ ചെറിയ കയറ്റാണ്, ഇറക്കിറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ. ടാക്സി ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ചൊല്ലിയാൽ മതി. ആ പോണ പോക്ക് ഇബാദത്തായി മാറും. ആദ്യമായിട്ട് പോകുമ്പോൾ കാഴ്ച കണ്ടിന് പോകേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ചൊല്ലാൻ മറന്നു വരും. എന്നാലും നമ്മുടെ ഓരോ അനക്കത്തിലും അടക്കത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ചിന്തകളിൽ വരണം. റുക്കൂഇൽ അങ്ങനെയാ, കുനിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനോട് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, മഹോന്നതനായ റബ്ബേ നീ കുനിയുന്നവനല്ല, നിനക്ക് ന്യൂനതയില്ല, ന്യൂനതകൾ ഇല്ലാത്തവനാണ് റബ്ബേ നീ. അപ്പൊ സുജൂദ് ഏറ്റവും താഴെയാണ്. മണ്ണിലേക്ക് തലവെക്കുമ്പോഴാണ് നമ്മള് പച്ചയായി അള്ളാഹുവിന്റെ മുമ്പിൽ ചെറുതാവുന്നത്. നല്ല അത്രക്ക പൂശ കാർപ്പറ്റിൽ സുജൂദ് ചെയ്യുമ്പോൾ അത് കിട്ടൂല ആ ഫീലിങ്. കാർപ്പറ്റൊക്കെ വലിച്ചൂരി മണ്ണാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സിലെങ്കിലും ഒരു ഫീൽ വരണം. ഞാൻ മണ്ണിലാണ്, എൻ്റെ കാല് കുത്തി നടക്കുന്നിടത്താണ് ഞാൻ എൻ്റെ മുഖം വെച്ചിരിക്കുന്നത്. ചില പള്ളിയൊക്കെ ഭയങ്കര പോഷായിട്ട് ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര രസമായിരിക്കും. സുജൂദൊന്നും തല പൊക്കാൻ തോന്നൂല, നല്ല മണമായിരിക്കും പുതിയ കാർപ്പറ്റൊക്കെ ആണെങ്കിൽ. പിന്നെ ആ കാർപ്പറ്റ് ജന്മത്തിൽ ക്ലീനാക്കല്ല. ചില പള്ളിയിലൊക്കെ സുജൂദ് വെച്ചാൽ തരിമൂക്ക് പൊട്ടിപ്പോവും ദുർഗന്ധം കൊണ്ട്. ചില മുസല്ലകളുണ്ട്, പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, ആണുങ്ങൾക്ക് സൗകര്യമുണ്ട്. പക്ഷെ അവിടുത്തെ മുസല്ല ക്ലീനാക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കുകയോ ചെയ്യാതെ ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടാവരുത്, സൂചിപ്പിക്കുകയാണ്. മണ്ണിൽ തലവെച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് പറയാം, നമ്മൾ റബ്ബേ എന്റെ അഷ്റഫായ തലയുയർത്തി നിൽക്കുന്ന എന്റെ നെറ്റി ഞാൻ മണ്ണിലേക്ക് വെക്കാണ് റബ്ബേ. അപ്പൊ എന്താ പറയണത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അല്ലാഹുവേ ഞാൻ താഴെയാണ് റബ്ബേ, നീ അൽ അഅ്ലാ ഏറ്റവും മീതയാണ് പടച്ചവനെ, ഞാൻ ഏറ്റവും താഴെയാണ്.
പറയുന്ന ഒരു പൊസിഷനും ആ ദിക്റിന്റെയും ബന്ധം നോക്കി നിങ്ങൾ. ഞാൻ താഴെയാ റബ്ബേ, നീ അഅലയാ, സുജൂദിലാണ്. അല്ല അല, ഏറ്റവും മീതയായവൻ. വബിഹംദിഹി, നിന്നെ ഞാൻ സ്തുതിക്കുകയാണ് റബ്ബേ. ഇങ്ങനെ മനോഹരമായൊരു നിസ്കാരമാണ് അല്ലാഹു നമുക്ക് നൽകിയത്. ഇതിന്റെ ഇടയിൽ നമുക്ക് ആവശ്യമായത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാനുള്ളത് ചോദിക്കാതെ തന്നെ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെയും ഖുർആനിന്റെയും തസ്ബീഹുകളുടെയും അത്തഹിയാത്തിന്റെയും ഖുനൂത്തിന്റെയും അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്താൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്ന ആ തഫ്സീർ അവിടെ സാർത്ഥമാവുകയാണ്.